നാട് ഭരിക്കാൻ എവിടെ ഇരുന്നു കൊണ്ടും കഴിയുമെന്ന് കരുതിയവർക്ക് തെറ്റി. നാടിനെയും നാട്ടുകാരെയും അറിയണമെങ്കിൽ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങണം. എന്നാൽ മാത്രമേ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ഈ 4 ചുമരുകൾക്കിടയിൽ ഇരുന്ന് ഒരിക്കലും ഒരു നാടിന്റെയോ ജനത്തിന്റെയോ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ താൻ ജയിലിൽ പോയാലും ഡൽഹി ഭരിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നു. ഇത് വാർത്താ മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ഇതായിപ്പോ കസ്റ്റഡിയിൽ ഇരുന്ന് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് കെജ്രിവാൾ ഭരണം തുടരുകയാണോ? ഇത് എത്രത്തോളം പ്രാവർത്തികമാകും? ഇഡിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഭരിക്കാനുള്ള ഒരു അധികാരം എത്രത്തോളം പ്രാവർത്തികമാകും? പക്ഷേ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തെ തുടർന്ന് അത് പരിഹരിക്കാനുള്ള ഏതാനും ഡോക്യുമെന്റ്സ് പുറത്തു പോയിട്ടുണ്ട്. ഇതൊക്കെ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം അതിഷി പ്രസ് മീറ്റിൽ അത് പുറത്തു വിട്ടിട്ടുമുണ്ട്. ജനം വെള്ളമില്ലാതെ വലയുകയാണെന്നും ഇതിൽ മനംനൊന്തിരിക്കുകയാണ് കെജ്രിവാൾ എന്ന രീതിയിൽ. യഥാർത്ഥത്തില് ഇവിടെ കെജ്രിവാളും സംഘവും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, നല്ല രീതിയിൽ നാടകം നടത്തുകയാണ്. ഇഡി ഇത് പുറത്തു വിട്ടിട്ടുമുണ്ട്. ഒരു ഉത്തരവും ഇഡിയുടെ അറിവോടെ പുറത്തു പോയിട്ടില്ല. അങ്ങനെ ഒരു ഭരണം നടക്കില്ല. പിന്നെ ഈ ഒരു കുടിവെള്ള സംബന്ധമായ ഡോക്യുമെന്റുകൾ കെജ്രിവാൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നടന്നുകൊണ്ടിരുന്ന ഒന്നാണ്. ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കാൻ കഴിയില്ല. നിയമപരമായിട്ട് അത് നടക്കില്ല. പിന്നെ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ കള്ളപ്രചരണം നടത്തുന്നത്? മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ജയിലിലായ മന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ജയലളിത, ലാലു പ്രസാദ് യാദവ്, ഹേമന്ത് സോറൻ എന്നിവരെല്ലാം രാജിവെക്കേണ്ടി വന്നവരാണ്. കാരണം രാജിവെക്കാതെ വേറെ വഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, മന്ത്രിമാരെ വെച്ചുള്ള ക്യാബിനറ്റ് മീറ്റിങ്ങുകളും മറ്റും എന്ത് ചെയ്യും? മന്ത്രിമാർ ജയിലിലേക്ക് പോകുമോ മീറ്റിംഗ് കൂടാൻ? ഇതൊന്നും ഒരിക്കലും സാധ്യമല്ല. പിന്നെ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ കെജ്രിവാള് ഇനി ജയിലിൽ നിന്ന് ഭരിക്കുമെന്നുള്ള വിടുതൽ ആരും വിശ്വസിക്കാതിരിക്കുക. അതൊരിക്കലും സാധ്യമാകില്ല. ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഭരണം നടക്കില്ല. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുക തന്നെ ചെയ്യും. കാരണം 1-2 ദിവസത്തിനല്ല ജയിലിലേക്ക് പോയിരിക്കുന്നത്. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോദിയ ജയിലായിട്ട് 9 മാസത്തോളമായി. അങ്ങനെ ഈ കേസിലെ പ്രതികളെല്ലാം ഇതുപോലെ തന്നെയായിരുന്നു. ഇനി ഇദ്ദേഹത്തിന് മാത്രം ഒരു ഇളവ് കൊടുക്കുമോ? പിന്നെ എങ്ങനെ ഡൽഹി ഭരിക്കും? രാജിവെക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. പിന്നീട് ലഫ്റ്റനന്റ് ഗവർണർ പിരിച്ചുവിട്ടതിന് ശേഷം ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും. ഇതാണ് നടക്കാൻ പോകുന്നത്. അല്ലാതെ ഈ സിനിമകളിൽ ചെയ്യുന്നത് പോലെ ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം ഏറ്റെടുക്കുന്ന രീതി യാഥാർത്ഥ്യമൊന്നും ആവില്ല. അതൊന്നും നടക്കാൻ പോവില്ല. തെറ്റ് ചെയ്തുകൊണ്ട് മിടുക്കരാകാനുള്ള ശ്രമം കെജ്രിവാൾ അവസാനിപ്പിക്കണം. ഒരു നാടിന്റെ ഭരണകാര്യമാണ് ഇത്, തട്ടിക്കളിക്കാനുള്ളതല്ല. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുക തന്നെ ചെയ്യും.